കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് കാനറ ബാങ്ക് നൽകുന്ന ഏറ്റവും സുരക്ഷിതമായ മികച്ച 3 തരത്തിലുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളെക്കുറിച്ചും കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ AY1 മൊബൈൽ ആപ്പ് വഴി റിക്കറിംഗ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. റിക്കറിംഗ് ഡെപ്പോസിറ്റുകളെക്കുറിച്ച് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വളരെ ചുരുക്കി റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചിലവുകളെല്ലാം കഴിഞ്ഞ് മിച്ചം കിട്ടുന്ന തുക നമ്മൾ സേവിങ് അക്കൗണ്ടിൽ തന്നെ ഇട്ടിരുന്നാൽ ആ പൈസയ്ക്ക് വളരെ തുച്ഛമായ ഒരു പലിശ ആയിരിക്കും ലഭിക്കുന്നത്. മാത്രമല്ല നമ്മൾ അനാവശ്യമായി സേവിങ് അക്കൗണ്ടിലെ പൈസ എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചിട്ടയായ സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരിക്കുന്ന ഒരാൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചിലവ് കഴിഞ്ഞുള്ള തുക പ്രത്യേകം വക മാറ്റുന്നതിന് വേണ്ടിയോ നമ്മുടെ ഭാവിയിലുള്ള ഒരു സ്വപ്ന പദ്ധതിക്ക് വേണ്ടിയോ, ഉദാഹരണത്തിൻ്റെ ഒരു കാർ വാങ്ങാൻ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ കുട്ടികളുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നാലും നമുക്ക് എല്ലാ മാസവും മിച്ചം കിട്ടുന്ന തുകയെ മാറ്റിവെച്ച് സേവ് ചെയ്യുന്ന ഒരു രീതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 1-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാങ്കിൽ 10 വർഷത്തേക്ക് FD ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ സേവിങ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയേക്കാൾ കൂടുതൽ പലിശ ലഭിക്കുമെന്ന് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചേർന്നാലും എല്ലാ മാസവും മാറ്റിവെക്കുന്ന തുകയ്ക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്നത് പോലെ ഏകദേശം സമാനമായ പലിശ ലഭിക്കുന്നതാണ്. കാനറ ബാങ്കിൻ്റെ ധനവർഷ എന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ അടച്ച പൈസ പിഴയില്ലാതെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. SBIയുടെ മൾട്ടി ഓപ്ഷൻ ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. സാധാരണ FD ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ഇതിനിടയിൽ ഒരു ആവശ്യം വന്ന് FD പിൻവലിക്കുകയാണെങ്കിൽ പലിശയും കിട്ടില്ല, പിഴയും കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ കാനറ ബാങ്കിൻ്റെ ധനവർഷ സ്കീമിന് ഈ പ്രശ്നം വരുന്നില്ല. അതുപോലെ സാധാരണ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മുടെ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡെപ്പോസിറ്റ് തുടങ്ങിയവയും കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കാനറ ബാങ്കിൻ്റെ AY1 മൊബൈൽ ആപ്പ് വഴി റിക്കറിംഗ് ഡെപ്പോസിറ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ AY1 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ് മെയിൻ ഇന്റർഫേസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ബയോമെട്രിക് ലോഗിൻ ID ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഇന്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് താഴെയായിട്ട് കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നെ കാണാം. അപ്പോൾ നമ്മളിവിടെ ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ RD ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഓപ്പൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഓപ്പൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് FD ആണ്. FD എന്ന് പറയുന്നത് നമുക്കറിയാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതാണ്. നമുക്കൊരു നിശ്ചിത എമൗണ്ട് 50,000, 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ ഒക്കെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നതാണ് FD എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു FD ഇടുന്നത് ഓൺലൈനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മാസാമാസം കിട്ടുന്ന നിശ്ചിത തുകയാണ് നമ്മൾ ഓരോ മാസവും മാറ്റി മാറ്റി വെച്ചൊരു വലിയൊരു എമൗണ്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാണ് ഈ RD എന്ന് പറഞ്ഞത്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. പിന്നെ വരുന്നത് ടാക്സ് സേവർ ഡെപ്പോസിറ്റ് ആണ്. ഇത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. RD എന്ന് പറയുന്നതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഓപ്പൺ ഓൺലൈൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ധനവർഷ, ഒന്ന് RDR. അപ്പോൾ ഈ ധനവർഷ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത്. ധനവർഷ എന്ന് പറയുന്നതാണ്. ധനവർഷയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. നമ്മളൊരു 5 കൊല്ലത്തേക്ക് ഒരു മാസം 500 രൂപ വെച്ച് ഇടുകയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അപ്പോഴും തന്നെ നമുക്ക് ഒരു കൊല്ലം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 5 മാസം കഴിയുമ്പോൾ നമുക്ക് പൈസ പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിൻവലിക്കാം, യാതൊരു പിഴയും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ധനവർഷം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് RDR എന്ന് പറഞ്ഞ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ജനറൽ ആണ്. അപ്പോൾ ഈ ധനവർഷ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിക്ക് നമുക്ക് മിനിമം 500 രൂപ വെച്ച് നമ്മൾ മാറ്റി വെക്കണം. അതായത് നമ്മൾ എല്ലാ മാസവും 500 രൂപ വീതം എങ്കിലും ഇടണം. മിനിമം 500 രൂപയാണ്. മാക്സിമം
നമുക്ക് 1 ലക്ഷം രൂപ എല്ലാ മാസവും നിക്ഷേപിക്കാം. അപ്പോൾ 500 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് എല്ലാ മാസവും നമുക്ക് ഈ ധനവർഷ എന്ന് പറഞ്ഞ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മിനിമം 1 കൊല്ലം നമ്മൾ ഇതിലേക്ക് ഇടണം. അതായത് 12 മാസം, മാക്സിമം 120 മാസം. അതായത് 10 വർഷത്തേക്ക്, പരമാവധി 10 വർഷത്തേക്കാണ് ധനവർഷയിൽ നമുക്ക് ചേരാൻ പറ്റുന്നത്. മിനിമം 12 മാസം. അപ്പോൾ നമ്മൾ 12 മാസം ആണ് ചേർന്നതെങ്കിലും നമുക്കൊരു 5 മാസമായപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യമുണ്ട്, ആ പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിൻവലിക്കാം. യാതൊരു പിഴയും ഇല്ല. പലിശയും നിങ്ങൾക്ക് എത്ര ദിവസമാണോ അതുവരെയുള്ള പലിശയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ധനവർഷ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നിലധികം അക്കൗണ്ട് നമ്പർ ഉണ്ട്. നമുക്കിവിടെ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കാനറ ബാങ്കിൽ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം. എനിക്കിവിടെ ഒരു അക്കൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് ആ അക്കൗണ്ട് ഇവിടെ ഡിഫോൾട്ടായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ സ്കീം ഇവിടെ കാണാൻ പറ്റും, ധനവർഷയാണ്. അതിനുശേഷം നമ്മുടെ ബ്രാഞ്ച് എല്ലാം കാണാം. ഇനി നമുക്കിവിടെ എമൗണ്ട് എന്നുള്ളിടത്ത് നമ്മൾ എത്ര രൂപയാണോ മാസം മാറ്റി വയ്ക്കാൻ പോകുന്നത്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് ഇടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ ഒരു 1000 രൂപ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 1000 രൂപ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ മാസവും 1000 രൂപ വെച്ചാണ് ഈ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എത്ര മാസം എന്ന് ചോദിക്കുന്നു. അപ്പൊ മിനിമം 12 മാസം, 1 വർഷം മുതൽ 10 വർഷം വരെ ഇടാം. അപ്പോൾ ഒരു 2 വർഷത്തേക്കാണെങ്കിൽ ഇവിടെ 24 മാസം എന്നിടുക. അപ്പോൾ 3 വർഷത്തേക്കാണെങ്കിൽ 36 മാസം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി 10 വർഷത്തേക്കാണെങ്കിൽ 120. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർഷം സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോമിനി ഫെസിലിറ്റി ചോദിക്കും. നിങ്ങൾക്ക് നോമിനിയായിട്ട്, അതായത് നിങ്ങൾ ഈ നിക്ഷേപം നടത്തിയതിനു ശേഷം നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ആ പൈസ ആർക്ക് കിട്ടണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ നോമിനി ഡീറ്റെയിൽസ് വയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവിനോ നോമിനിയായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോമിനി നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നോമിനിയുടെ ഏജ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റിലേഷൻ ഡീറ്റെയിൽ, പിന്നെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ നോമിനി ഡീറ്റെയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എക്സിസ്റ്റിംഗ് നോമിനി എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേരെവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിക്കോളും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ്, 1000 രൂപ വെച്ചാണ് മാസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ട് ഈ സേവിങ് അക്കൗണ്ടിൽ നിന്നായിരിക്കും, അതായത് നമ്മുടെ കാനറ ബാങ്കിന്റെ സേവിങ് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇടുക. ആ പൈസ ആയിരിക്കും ഇതിലേക്ക് കൺവെർട്ട് പോകുന്നത്. മെച്ചൂരിറ്റി എത്ര മാസമാണ്? 24 മാസത്തേക്കാണ്, 2 വർഷത്തേക്കാണ്. ഇതിന്റെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇതാണ് മെച്ചൂരിറ്റിയുടെ ക്ലോസ് ഓൺ മെച്ചൂരിറ്റി പേ ഔട്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു നമ്പറാണത്. ഇപ്പൊ മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2025 ലഭിക്കുന്ന പൈസ ഇവിടെ കൃത്യമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള പദ്ധതി എന്ന് പറഞ്ഞത് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ എത്ര രൂപ കിട്ടും. മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കൂടുമെന്നോ കുറയുമെന്നോ ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ മ്യൂച്വൽ ഫണ്ടൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് വളരെ ഒരു പർട്ടിക്കുലർ നിശ്ചിതമായിട്ടുള്ള ഒരു പൈസ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ നോമിനി ഡീറ്റെയിൽസ്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എംപിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മൊബൈൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ സിമ്പിളാണ്, കൺഫേം കൊടുക്കുക, എംപിൻ ടൈപ്പ് ചെയ്ത് അപ്പോഴത്തേക്കും നമുക്കൊരു അക്കൗണ്ട് നമ്പർ കിട്ടും. അതിലേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൺവെർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ഈ എത്ര രൂപയാണോ മാസം ഇടുന്നത് അതിൽ ഒരു എമൗണ്ട്, ഇപ്പൊ 500 രൂപയാണെങ്കിൽ 500 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എല്ലാ മാസവും. അത് അല്ലെങ്കിൽ ഇതിന് ഈ ധനവർഷയ്ക്ക് പെനാൽറ്റി ഇല്ല.
ബാക്കിയുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പെനാൽറ്റി ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത് സാധാരണ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ് ചേരുന്നതെങ്കിൽ RDR എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ RD റിക്കറിംഗ് ഡെപ്പോസിറ്റ് ജനറലിന്റെ പ്രത്യേകത നമുക്ക് മിനിമം 50 രൂപ മുതൽ ഇടാം. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും ചേരാവുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു എല്ലാ മാസവും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എല്ലാ മാസവും ഒരു 100 രൂപ വെച്ച് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. പരമാവധി നിങ്ങൾക്കിവിടെ 10 ലക്ഷം വരെ 10 ലക്ഷമാണോ 1 കോടി രൂപ വരെ നിങ്ങൾക്ക് ഇവിടെ ഒരു മാസം നിക്ഷേപിക്കുക. അതായത് സാധാരണ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ജനറലിലാണ് ചേരുന്നത്. ധനവർഷയിൽ അത്രയൊന്നും പറ്റില്ല, 1 ലക്ഷം വരെ പറ്റുള്ളൂ. ഇതിൽ 1 കോടി വരെ എല്ലാ മാസവും മാറ്റാൻ പറ്റും, നമുക്ക് ചേരാൻ പറ്റും. 6 മാസം ആണ് മിനിമം കാലാവധി, മാക്സിമം ഇതും 10 വർഷമാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ധനവർഷം ചെയ്തതുപോലെ തന്നെ ഈ RDയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ചെയ്ത് കൺഫേം കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതാണ് ഏറ്റവും എല്ലാ ബാങ്കിലും ഉള്ളത്. സാധാരണ ഈ ജനറൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. മിനിമം 50 രൂപ മുതൽ 1 കോടി രൂപ വരെ എല്ലാ മാസവും ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ RD ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഒരിക്കൽ ചെയ്താൽ മതി, ബാക്കി നമ്മുടെ സേവിംഗ് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കുന്നാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് പോയിക്കോളും. ഇനി അടുത്ത് വരുന്നത് ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ RD ഡീറ്റെയിൽസ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചേർന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇനി അവസാനമായിട്ടുള്ളൊരു വളരെ നല്ലൊരു കാര്യമാണ് ഗോൾ ബേസ്ഡ് സേവിംഗ് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് യുവർ ഗോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇവിടെ കണ്ടോ സെലക്ട് എന്നുള്ളിടത്ത് കാറ്, ഹോം, എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു എഡ്യൂക്കേഷന് വേണ്ടി കുറച്ച് പൈസ സമ്പാദിക്കണം ഇതിൽ. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് കാറ് വാങ്ങാനാണെന്ന് സെലക്ട് ചെയ്യുന്നു. കാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ 1000 മുതൽ 10 ലക്ഷം രൂപ വരെ തന്നെയാണ്. അപ്പോൾ 10 ലക്ഷം ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്കുള്ള ഒരു കാർ വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ എത്ര മാസം കൊണ്ടാണ് ഈ 10 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു 3 കൊല്ലം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, 36 മാസം എന്നിട്ടു. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ ഗോള് കാർ വാങ്ങാനാണ്. ടാർഗറ്റ് 10 ലക്ഷം രൂപയാണ്, 36 മാസം കൊണ്ട് വാങ്ങണം. ഇതിന്റെ പലിശ RD കാണാം 6.8%. മെച്ചൂരിറ്റി 2026 ആണ്, 24/5. നമ്മൾ ഓപ്പൺ ചെയ്തത് 23 വർഷമാണ്, 24/5/2023. മെച്ചൂരിറ്റി എമൗണ്ട് 10,28,876 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ മന്ത്ലി നമ്മൾ അടയ്ക്കേണ്ടത് 25,650 രൂപ. അപ്പൊ എല്ലാ മാസവും നമ്മുടെ സേവിംഗ് അക്കൗണ്ടിൽ 25,000 രൂപ ഉണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചെലവെല്ലാം കഴിച്ചിട്ട് ഒരു 25,000 രൂപ ഇതിലേക്ക് മാറ്റുക. നമ്മളെ സേവിംഗ് അക്കൗണ്ട് ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് പോകും. കണ്ടിന്യൂ കൊടുക്കുക. നേരത്തെ പോലെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് എല്ലാ മാസവും നമ്മുടെ സേവിംഗ് അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ ഇതും ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാനറ ബാങ്കിന്റെ മികച്ച 3 റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അംഗമാവാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.